നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമ കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. താരസംഘടന ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു. സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള എല്ലാ താരങ്ങളും ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചെങ്കിലും ചിലർ എതിർ അഭിപ്രായങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗത്തിൽ ശരിക്കും എന്താണ് നടന്നത് എന്ന് പറയുകയാണ് വിനു മോഹൻ. ഓൺലൈൻ യോഗം നടന്നതിന് ശേഷമായിരുന്നു താരസംഘടനാ ഭരണസമിതി രാജിവെക്കാൻ തീരുമാനിച്ചത്. രാജിവെക്കുന്നത് വ്യക്തിപരമായി അംഗീകരിച്ചിരുന്നില്ല എന്ന് സിനിമാ നടിയും എക്സിക്യൂട്ടീവ് അംഗവുമായ അനന്യ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഭിന്നത ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് വിനു മോഹൻ. തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചിരുന്നുവെന്നും വിനു മോഹൻ പറയുന്നു. ഒപ്പമുള്ളവരിൽ സാമ്പത്തികപരമായും ആരോഗ്യകരമായും ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നും വിനു മോഹൻ പറയുന്നു. കൃത്യമായി അവർക്ക് കൈനീട്ടം നൽകേണ്ടതുണ്ട്. ഇൻഷുറൻസ് ഒക്കെ നമ്മൾ നൽകാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇനി തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയുണ്ട്. ഇത്രയും ആൾക്കാരെ നമ്മൾ പ്രതിനിധീകരിക്കുന്നതാണ്. ഇത്രയും ആൾക്കാരോട് മറുപടി പറയേണ്ടതുണ്ട്. ആ ആശങ്ക എനിക്കുണ്ടായിരുന്നു. ഫോണിൽ അത് ഞാൻ സംസാരിച്ചു. പിന്നെ നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ ആ മീറ്റിംഗിലും സംസാരിച്ചു. കൃത്യമായി മറുപടി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് രാജി എന്ന തോന്നൽ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായത്. എല്ലാവരും അഭിപ്രായങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ താനടക്കം അവിടെ ഒരു ഭൂരിപക്ഷ തീരുമാനത്തിന്റെ ഭാഗമായി ഒപ്പം നിൽക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ആശങ്കകൾ കൃത്യമായി പറയുകയും ചെയ്തുവെന്ന് വിനു മോഹൻ വ്യക്തമാക്കുകയാണ്. ഇന്നും ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത ജനറൽ ബോഡി വരെ അതൊക്കെ നടക്കും. യോഗത്തിനായി എല്ലാ അംഗങ്ങളെയും ഞങ്ങൾക്ക് വിളിച്ച് ചേർക്കേണ്ടതുണ്ട്. സംഘടനയുടെ പരമാധികാരം ജനറൽ ബോഡിക്കാണ്. ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് എന്താണ് നടപടി എന്നത് ജനറൽ ബോഡിയാണ് പറയുകയും വേണ്ടത്. ഇത്തരം ചർച്ചയിലേക്ക് പോയിട്ടുണ്ടാകുക അങ്ങനെയാണ്. സംഘടനയ്ക്ക് പാളിച്ച ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പ്രോഗ്രാമിന്റെ തിരക്കിലായിരുന്നു അന്ന് ഞങ്ങൾ. അന്ന് എല്ലാവരും തിരക്കിലായിരുന്നു. ഞങ്ങൾ കുറച്ചുപേരാണ് അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വൈകിയത്. എന്റെ ഒരു നിലപാട് ആരോപണങ്ങൾ വരുമ്പോൾ സത്യാവസ്ഥ വ്യക്തമാക്കണം എന്നതാണ്. തെളിയിക്കപ്പെടുമ്പോൾ ശിക്ഷിക്കപ്പെടുകയും വേണം. എന്താണ് സത്യാവസ്ഥ എന്നത് പുറത്ത് വരികയാണ് വേണ്ടത്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. കുറ്റവാളികൾ അല്ലാത്തവർ പക്ഷെ ആരോപണത്തിൽ ക്രൂശിക്കപ്പെടാനും പാടില്ല. അതൊരു നല്ല കാര്യമല്ലല്ലോ. ഏത് മേഖലയിലും പ്രശ്നങ്ങളുണ്ട്. ആരോപണങ്ങൾ നിയമപരമായി നേരിടണം. എല്ലാ സാധ്യതകളിലൂടെ സത്യം വെളിച്ചപ്പെടണം. വ്യാജമായിട്ടുള്ള സംഭവങ്ങൾ തിരിച്ചറിയപ്പെടണം. രാജിവെച്ചത് ഒളിച്ചോട്ടമല്ല. സംഘടനാപരമായി നമ്മൾ ഉത്തരം ആദ്യം പറയേണ്ടത് അംഗങ്ങളോടാണ്. അവരുടെ മറുപടിയും കേട്ടിട്ടാണ് സംഘടന പറയേണ്ട അഭിപ്രായം പുറത്തു വിടേണ്ടതെന്ന് വിനു മോഹൻ പറയുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.